ഹായ് ഗൈസ്, അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ നീണ്ട ഒരു വർഷത്തിന് ശേഷം വീണ്ടും ചെറിയൊരു വ്ളോഗായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എല്ലാവരെയും പിറപ്പിക്കാൻ. ഓക്കെ, നമ്മളിപ്പോ പുതിയ ട്രിപ്പായിട്ട് വന്നേക്കുന്നത് വയനാട് എന്ന് പറഞ്ഞാൽ കാടുകളുടെ നാട്, ചുരങ്ങളുടെ നാട്, പഴശ്ശിരാജയുടെ നാട്, മുളകളുടെ നാട്, വേറൊരു നാട് മതിയില്ല, ഇത്രയും പോലെ. അതെ, നമ്മൾ നല്ല സമയത്താണ് വന്നേക്കുന്നത്, ഡിസംബറിലാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മുടെ കൂടെ എത്ര പേരുണ്ട്? നമ്മൾ 8 പേരുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 9 പേര്, ഡ്രൈവർ ഉൾപ്പെടെ 9 പേരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഇവരൊക്കെ അറിയായിരിക്കുമല്ലോ, ചിലപ്പോ ഒടിയമാണിക്കനെപ്പോലൊക്കെ തോന്നുമെങ്കിലും പുള്ളി ഇങ്ങനെ അല്ലായിരുന്നു. ഇത് നമ്മുടെ ആഷിൽ, മിസ്റ്റർ ആഷിൽ. അശ്വിനെ അറിയാൻ അശ്വിൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി. ഫോളോവേഴ്സ് ഉള്ള മനുഷ്യരാണ്. റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഇഷ്ടമുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാം, മെസ്സേജ് അയക്കാം. അത് അന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു കിടിലൻ പേജാണ്. അവനെ ഒരു ഭയങ്കര ട്രാവലറാന്ന് കണ്ടാൽ തന്നെ അറിയാം. ട്രാവൽ ചെയ്യുന്നതാണ്. പിന്നെ നമുക്കവിടെ 2 പൊട്ടന്മാരിപ്പുണ്ട്, വരക്കട കട. അങ്ങ് വിദൂരതയിൽ ഇരിക്കുന്ന 2 പേർ. ഒന്ന് നമ്മുടെ മിസ്റ്റർ, അവൻ്റെ പേരെന്താ, ഗോവിന്ദ് കൃഷ്ണ. രണ്ടാമത്തെ ഇപ്പോൾ കൈപോക്കി സന്ദേശിനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല. നമ്മൾ ഗോവ വ്ളോഗ്സ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയായിരിക്കും. പിന്നെ ഗോവിന്ദ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടിക്കും പുള്ളി കൂടെ ഉണ്ട്. എല്ലാ പരിപാടിക്കും ഉണ്ട്. കൊടുത്തേക്കാം. അതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്. വെയിലായി, നമ്മൾ വിചാരിച്ചത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടെ കുറേ പേര് സ്വെറ്ററൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, എന്താവെന്ന് അറിയില്ല. നമുക്ക് കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. പൊസിഷനിലുള്ള ജോലിയാന്ന് പറയട്ടെ. അവൻ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതെ, നമ്മളോടുള്ള അടുത്ത ആളാണ് മിസ്റ്റർ ഗിരിനാഥ്. ഇവിടെ വേറെ തന്നെ പുള്ളി TCS-ലെ വലിയ മെയിനാണ്. 10,000 രൂപ സാലറി ഉള്ളതാണ്. ഇവനെ അറിയാൻ വഴി കുറവായിരിക്കും. എല്ലാ ട്രിപ്പിനും ഇല്ലായിരുന്നു തോന്നുന്നു. നമ്മൾ പോവാറായി. ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നോക്കിയിട്ട് സെറ്റായിട്ട് വിടാം. നമ്മൾ വന്നേക്കുന്നത് ബാണാസുര ഡാമിലാണ്. എല്ലാവരും വന്നിട്ടുള്ളതാ. പിന്നിപ്പം അടുത്തതായിട്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര തിരക്കാ, ഭയങ്കര വെയിലാണ്. പിന്നെ രൂപം കണ്ടിട്ട് പേടിക്കണ്ട. വെയിലിനെ തടയാനും പൊടിയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ഇവരെല്ലാം നടന്നു പോകുന്നുണ്ട്. എല്ലാവരും വെയിൽ കൊണ്ടിട്ട് ഒരു പരിവായിട്ടിരിക്കുക. എത്ര നേരം ഉണ്ടെന്ന് അറിയത്തില്ല. വെയിൽ മൊത്തം കാണും. നമ്മുടെ കൂടെയൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ കൊണ്ടേക്കാന്ന് വെച്ച്. സ്ഥലം കൊള്ളാം കേട്ടോ. അയ്യോ മടുത്തേ, നമ്മൾ ഇതുവരെ മണ്ടയ്ക്ക് കയറിയില്ല. നമ്മൾ അതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അമ്മമാരുടെ ഫ്രണ്ടില് നടപ്പുണ്ട്. വെയില് ചൂട് കുറവാണ്, പക്ഷെ നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരുമാതിരി എന്താ പറയാ, ഒരുമാതിരി ഫീലിംഗ് ആണ് ഈ വെയിലിന്. അതുകൊണ്ട് നമുക്ക് നമുക്കത് എഫക്റ്റ് വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും തായിയൊക്കെ കറക്കാൻ തുടങ്ങും. അതാണ് പ്രശ്നം.
മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഇരിക്കാൻ, തണലുള്ള എന്തേലും. ലൈക്ക് നമ്മൾ മേളിൽ വന്നു. അപ്പോൾ അവന്മാരവിടെ ഫോട്ടോസൊക്കെ എടുത്തിരിക്കും. വെയിലാണല്ലോ, എന്താ ഫോട്ടോ അത്യാവശ്യമല്ലേ. 3 പേര് കൂടി ക്ലാസ് വെച്ച് 3 മുതൽ നിൽപ്പുണ്ട്. 2 അവന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. വെയിലാണേലും ഭയങ്കര തിരക്കാണ് കേട്ടോ. മെയിനിലിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും. മലയാളീസ് ഇല്ലെന്നല്ല, മെയിൻലി അവരാണ് കൂടുതൽ നിൽക്കണേ. ഓവറോൾ കൊള്ളാം. ചൂടധികം ചെയ്യുന്നില്ല, തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം. നല്ല സ്ഥലമാണ്. അവരുടെ കലാപരിപാടി ഒന്നും കഴിയാൻ തോന്നുന്നില്ല. എന്നാലും ധൃതിയില്ലല്ലോ, നമ്മൾ കാണാൻ വേണ്ടി വന്നല്ലേ. പിന്നെ എവിടെയൊക്കെയോ തന്നെ നടന്ന് കോട്ടക്കരന്നൊക്കെ പറഞ്ഞു പോയി. അത് കിട്ടിയില്ല, ഭയങ്കര റേറ്റ് ആണ്, ഇപ്പം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാ പോകുന്നു. ഫ്രണ്ടിലുണ്ട്. ആർക്കും വീഡിയോ വരാനും താല്പര്യമില്ല. ഞാൻ ചുമ്മാ എടുക്കുന്നു. പിന്നീട് നമുക്ക് എടുത്തില്ല തോന്നല്ലേ. ഇനിയിപ്പം അടുത്ത് കുറേ ഭയങ്കര വിലയായി. ഭയങ്കരമായിട്ട് വണ്ടിയിൽ പോയിരുന്നാൽ മതി എന്നുള്ളൂ. ഭയങ്കര തിരക്കാണ് ഇവിടെ ഒന്നാമതെ. ഈ ഉച്ചയാണെങ്കിലും കാര്യം എന്തോ ഭയങ്കര ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് പാപനാശത്തിലാണ്. ഇപ്പോൾ വന്നതിലേറ്റവും വർത്തയ സ്ഥലം കേട്ടോ. ഭയങ്കര പീസ്ഫുൾ. അവിടോ ഇപ്പോൾ ഭയങ്കര രസം ഇവിടെ. എനിക്കൊന്ന് വയനാട് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. ടെമ്പിൾ തുറന്നിട്ടില്ല ആക്ച്വലി. ഇപ്പം 3 ആയതേ ഉള്ളൂ, 5:30 തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പിളിനുള്ളിൽ കയറുന്നില്ല. നമ്മളിവിടെ പാപനാശത്തിൽ വന്നതാണ് ജസ്റ്റ് ചുമ്മാ കാണാൻ. ഒരു ചേച്ചി എടുക്കും. തിരുനെല്ലിയിലാന്ന് നീ പറഞ്ഞായിരിക്കും. യെസ്, സൂപ്പർ ആണ് സ്ഥലം. നല്ല സ്ഥലം കേട്ടോ. നമ്മൾ ഇത്രയും പോയതിൽ ഏറ്റവും സമാധാനം ഇല്ലേ. പീസ്ഫുൾ. എന്തോ വേണ്ട വേണ്ട അടുത്തേ ഇവിടെ എന്തോ കണ്ട്. എന്താടാ അത്? അസ്ഥി. ഇവിടെ അല്ലേ മറ്റേ അസ്ഥി എടുക്കണേ? അതോ കുടം കിടക്കും. എടാ ഇത് വൈറ്റ് വൈറ്റ് എടാ അവിടെ കണ്ടോ? ഫുള്ളതാ വൈറ്റ്. കാണിച്ചേ. നീ ഇത് കണ്ടില്ലേ? ഈ വെള്ള കല്ലല്ലേ കിടക്കുന്നത്? ഈ വൈറ്റ് കിടക്കുന്നതാണ്. അങ്ങോട്ട് നടന്നു നോക്കടാ. അവിടെ അപ്പുറത്ത് പോയി ഇറങ്ങാൻ നോക്കാം. നല്ല രസമല്ലേ? എനിക്ക് ഓക്കെ, നമുക്ക് അപ്പുറത്ത് പോയി ആക്ച്വൽ സ്ഥലത്തോട്ട് പോവാം. ഞാനിടയ്ക്ക് ആലോചിക്കൂടാ വീട്ടുകാരെ കൂടി വരണം. ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇപ്പൊ നമ്മൾ തിരുനെല്ലി ടെമ്പിളിന്റെ പാതയിലൂടെ നടക്കുകയാണ്. പാപനാശത്തിന്റെ തിരുനെല്ലിയിൽ. ശരിയാണ്. അവിടെ കുറെ അസ്ഥിയൊക്കെ കിടക്കുന്ന കണ്ടായിരുന്നു. നീ അവരെ കാണിച്ചു കൊടുത്തായിരുന്നു? ഞാൻ കാണിച്ചു കൊടുത്തോ? ഓ വെരി ഗുഡ്. ഭയങ്കര രസമാട്ടോ ഇവിടെ. അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് പോകുന്നൊന്നുമില്ല. ഞങ്ങൾ ഇത്ര നേരം അടുത്ത് വെയിലും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചൂടാകട്ടോ. അപ്പുറം ഫ്രണ്ട് കാണിച്ചു തരാം. പോകുന്നു 3 എണ്ണം കണ്ടാ. ഭയങ്കര രസമല്ലേ? 3 മണി ആയതേ ഉള്ളൂ. എന്നാലും 3 കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ആ ഒരു വെയിലിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം അതാണ് ഫോറസ്റ്റ്. ആ ഒരു ഫീൽ കിട്ടുമല്ലോ എപ്പോഴും. കുരങ്ങന്മാരുണ്ട്. അതാ എനിക്ക് ആകെയുള്ള പേടി. നീ കണ്ടില്ല? അവിടെ കുറേ ഉണ്ടായിരുന്നു. എന്നെ എൻ്റെ ഒപ്പം കാണിച്ചു തന്നു. അവിടെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടി വരും. തിരിച്ചു വരുമ്പല്ലേ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡാണ്. എന്നാലും ഞാൻ എടുക്കും. ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ചിതാഭസ്മം ഒഴുക്കുന്ന മെയിൻ സ്ഥലം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആരും വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നും ആരും ഇല്ല. എൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞത്, എനിക്ക് ചരിത്രം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതുകൊണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാറുണ്ട്. സീസൺ എപ്പോഴാണ് ഇവിടുത്തെ അറിയാം? മറ്റേ ഇതായിരിക്കും തിരക്കട. നമ്മളവിടെ വീഡിയോ എടുത്തില്ല, കാരണം അവിടെ ആക്ച്വലി അവിടെ അല്ല ഒഴുക്കുന്നത്, ഇത് ഇവിടെയാണ്. അപ്പം പിന്നെ അവിടെ ഫോട്ടോ ഒന്നും എടുക്കലെന്ന് പറഞ്ഞില്ല, എനിക്ക് കാര്യം ഒന്നും അറിയില്ല. പിന്നെ അതുകൊണ്ട് നമ്മളായിട്ട് ചെയ്ത് മോശമല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ട് പോന്നു. അവിടെ അല്ല ശരിക്കും ചിതാഭസ്മം ഒഴുക്കുന്നത്, അവിടെ എന്തോ പൂജയൊക്കെ ചെയ്യുന്നത്. ഈ താഴെയാണ് ഒഴുക്കുന്നത്. ആക്ച്വലി ഇതിലേ പോയ വേറൊരു ടെമ്പിളുണ്ട്, അവിടെ ഉള്ളിൽ കൂടെ അങ്ങ് പോകണം. അവിടെ എഴുതിയേക്കെന്ന് വെച്ചിട്ട് കർമ്മം ചെയ്യുന്നവർ അവിടെ പോകണമെന്നാണ്. നമ്മളേതായാലും ഇവിടെ പോകുന്നില്ല. എന്തോ എനിക്കറിയാം, അല്ല നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലടാ. ഇവിടെ അവൻ നമ്മൾ കുളിച്ചിട്ട് വന്നില്ല, അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര പേടി. ശിവക്ഷേത്രത്തിൽ പോകുന്നത് ശരിയാണ്, നമുക്ക് വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. അതാണ് അമ്പലം. ആക്ച്വലി നമ്മൾ അന്നഭദ്ര സിനിമയൊക്കെ കാണത്തില്ലേ, ആ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ കണ്ടപ്പോൾ. കല്ലൊക്കെ പിറക്കി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് നല്ല രസമുണ്ട്. ഞാനങ്ങ് പോകുന്നില്ല, കാരണം വൃത്തിയിൽ അത് കയറുന്നത് ശരിയല്ല. എന്താണേലും അത് പേടിയും വിശ്വാസവും എല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ്. അവന് വല്ലതും പോയി വരട്ടെ. നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോകാൻ കാര്യം, നമ്മളിപ്പോൾ തുറന്നാലും 5:30 തുറന്നാലും 6 മണിയൊക്കെ അവിടെ ദീപാരാധനയൊക്കെ ഉണ്ട്. അതൊക്കെ വരാൻ വേണ്ടി അപ്പം ആൾക്കാർ 6 മണിയൊക്കെ നമ്മളെ കയറി തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു. ഒരു ചേച്ചി പറഞ്ഞാൽ അറിയില്ല, അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല, ലേറ്റാവും ഒരുപാട്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അങ്ങോട്ട് പോവാം. പിന്നെ അമ്പലത്തിന് കോമ്പൗണ്ടിൽ വേറെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്, ഒരു പഴയ യുദ്ധത്തിൻ്റെ ഒരു സാധനം ടൈപ്പ് ഓഫ് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങൾ വരുന്ന വഴിക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളതാണ്. ഇത് ആക്ച്വലി വിഷ്ണുവിൻ്റെ എൻ്റെ ഇത് ശരിക്കും എന്തായിരുന്നു? കാൽപാദം മറ്റേ വിഷ്ണു. ഇത് ആക്ച്വലി വിഷ്ണുവിൻ്റെ ചതുർഭുജം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. താമര പാദം കാര്യങ്ങളൊക്കെ ഇത് പണ്ട് കാലം തൊട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ ചരിത്രമൊന്നും കേട്ടോ, തെറ്റാണെങ്കിൽ ഒന്നും പറയരുത്. നിങ്ങൾക്ക് അങ്ങനെ ഇവന്മാർ പറഞ്ഞു തന്നാൽ. ഇത് അവനിങ്ങനെ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാണ്. അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മളിവിടുന്ന് ഹ്യൂജ് പർച്ചേസ് നടത്തി. 10,300 രൂപയുടെ സാധനം ഒക്കെ വാങ്ങിച്ച് എല്ലാവർക്കും വീട്ടിൽ കൊടുക്കാനും എല്ലാത്തിനും. ഇതിലെ കയറാവിടാ. നമ്മുടെ ആക്ച്വലി ഞാൻ പറഞ്ഞ സാധനമൊക്കെ പണി നടക്കാം. പിന്നെ അമ്പലം കൂടെ ആയതുകൊണ്ട് അമ്പലത്തിന് വെറ്റാണ്ട് നമ്മളങ്ങോട്ട് കയറുന്നില്ല. നമ്മൾ ശ്രമം ഉപേക്ഷിച്ചു. എടാ അത് നമ്മൾ ആ ഫോട്ടോ ഒക്കെ തന്നെ ഭയങ്കര ബ്ലാക്ക് കളറിലൊക്കെ ഇരുന്നല്ലേ, കല്ലല്ലേടാ? ഉണ്ടാവുന്നോ? കണ്ട അമ്പലത്തിൻ്റെ ബാക്കിൽ വ്യൂ കണ്ട കിടില്ല. ആ വ്യൂ കിടില്ലല്ലോടാ. പിന്നെ അങ്ങോട്ട് ഇറങ്ങാം. കണ്ട അങ്ങ് കയറി പോകുന്നു. അങ്ങോട്ട് കയറണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ കുളിച്ചിട്ടില്ല, വേർത്ത് വിളിച്ച് നിൽക്കുകയാണ്. പിന്നെ രാവിലെ നോൺ വെജൊക്കെ കഴിച്ച്, അതുകൊണ്ടാണ് കയറാത്തത്. അകത്ത് കയറുന്നില്ല, അവിടെ വരെ പോയി നോക്കിയിട്ട് അവൻ വിളിച്ചാലേ. എടാ അതിനുള്ള കയറില്ല, ശരിപ്പെട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറില്ലെന്നല്ല പറഞ്ഞേ, അമ്പലത്തിൽ ചുറ്റുമതിലുള്ള കയറില്ലെന്നാണ് പറഞ്ഞേ. ഇതായിരുന്നു ആ മണ്ഡപം. ഇതിവിടെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ ഭംഗി പോയി കേട്ടോ. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അല്ല ആക്ച്വലി.